പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമാവുന്ന സത്യ ഏകദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം ഇന്നുമെന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ, പൊഴുത്തുപെറുമാറാകട്ടെ. തങ്ങൾ ആശ്രയിക്കുന്നവരെ അറിയുന്ന ദൈവത്തിൽ ആശ്രയിക്കുവാനുള്ള ഒരു പ്രബോധന സങ്കീർത്തനമാണ് 115 സങ്കീർത്തനം നമ്മൾ ധ്യാനിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ ചിന്തിക്കുകയുണ്ടായി. ഇവിടെ വിഗ്രഹങ്ങളുടെ കാര്യത്തെക്കുറിച്ച് പറയുന്നതാണ്. ഏറ്റവും വിസ്തരിച്ച് പറയുന്ന, ഓരോ വ്യക്തിക്കും മനസ്സിലാകുന്ന രീതിയിൽ പറയുന്ന കാര്യങ്ങളാണ് പറയുന്നത്. അവിടെ വിഗ്രഹങ്ങൾ പൊന്നും വെള്ളിയുമാകുന്നു, മനുഷ്യരുടെ കൈവേല തന്നെ എന്ന് പറയാം, കൈപ്പണിയായത്. വായുണ്ടെങ്കിൽ സംസാരിക്കുന്നില്ല, കണ്ണുണ്ടെങ്കിൽ കാണുന്നില്ല, ചെവിയുണ്ടെങ്കിൽ കേൾക്കുന്നില്ല, മൂക്കുണ്ടെങ്കിൽ മണക്കുന്നില്ല, കൈയുണ്ടെങ്കിൽ സ്പർശിക്കുന്നില്ല, കാലുണ്ടെങ്കിൽ നടക്കുന്നില്ല, തൊണ്ട കൊണ്ട് സംസാരിക്കുന്നുമില്ല. അവയെ ഉണ്ടാക്കുന്നവർ അവയെ പോലെയാകുന്നു, അവയിൽ ആശ്രയിക്കുന്ന ഏവരും അങ്ങനെ തന്നെ. ഇത് പറഞ്ഞിട്ട് ദൈവത്തിൽ ആശ്രയിക്കാൻ പറയുകയാണ്. ഇന്ന് ഈ വിഗ്രഹ ആരാധന വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടമാണ്. ഒരു വശത്ത് ദൈവിക സത്യങ്ങൾ മനുഷ്യൻ ഉൾക്കൊള്ളുന്നു, ദൈവത്തിലേക്ക് തിരിയുന്നു. അതുപോലെ തന്നെ ഏറ്റവും ശക്തമായി നമുക്കറിയാം, ഇന്നും ഏറ്റവും കൂടുതൽ സ്റ്റാച്യൂസ് ഉണ്ടാക്കുന്നതാണ്. ഇപ്പോൾ ഇന്ത്യയിലൊക്കെ തന്നെ ഏറ്റവും വലിയ പ്രതിമ ഉണ്ടാക്കിയെന്ന് കഴിഞ്ഞ വർഷങ്ങളൊക്കെ നമ്മൾ കാണുകയുണ്ടായി. ഓരോരുത്തരുടെ സ്റ്റാറ്റ്യൂസ് കൊണ്ട് ഉണ്ടാക്കുകയാണ്. ഭയങ്കര ഭീമാകാരമായ പ്രതിമകൾ. എത്ര കോടികളാണ് അതിന് ചിലവ് വരുന്നത്. ഈ വ്യർത്ഥ കാര്യങ്ങളെ വിട്ട് മാനസാന്തരപ്പെടുക എന്ന് പറയുന്നത് ഇതാണ്. ഇതെല്ലാം വ്യർത്ഥ കാര്യങ്ങളാണ്. ഈ വിഗ്രഹങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഇന്ന് അത് തീർച്ചയായിട്ടും തെറ്റായിട്ടാണ് പറയുന്നത്. ഈ ചരിത്രത്തിൽ പോലൊരു മനോഹരമായൊരു കാര്യമുണ്ട്. ഈ സോക്രട്ടീസ് ജാതീയ ദേവന്മാരെ പരിഹസിച്ചുകൊണ്ട് മരത്തിൻ്റെയും പട്ടിയുടെയും ആടിൻ്റെയും നാമത്തിൽ സത്യം ചെയ്യുമായിരുന്നു എന്ന് പറയുന്നത്. കാരണം വിഗ്രഹങ്ങളെക്കാൾ ഇവ ഭേദമാണല്ലോ എന്നാണ് അരിസ്റ്റോട്ടിൽ പറയുന്നത്, സോക്രട്ടീസ് പറയുന്നത്. വിജാതീയ ദേവന്മാരെ കളിയാക്കിക്കൊണ്ട് അദ്ദേഹം അങ്ങനെ ചെയ്തിരുന്ന പറയുന്നത്. അതായത് അതിനെ ഒരു ഇതാക്കി മാറ്റി ഈ അതിനെ ആശ്രയിക്കുമാറാക്കുന്ന ഒരു ആരാധന സമ്പ്രദായം, അത് തീർച്ചയായിട്ടും തെറ്റായിട്ടാണ് അത് നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെയാണ് ഈ നവീന ആശയത്തിൽ വരുന്നത്. ഊമവിഗ്രഹങ്ങൾക്ക് സദൃശമാണ് ഈ നവീന ആശയങ്ങൾക്ക് പറയുന്നത്. വിശ്വദേവതാവാദം എന്ന് പറയുന്നത് നമ്മുടെ സർവം ബ്രഹ്മം, എല്ലാം ദൈവമാണ്, പുല്ലിലും പുൽത്തൊടിയിലും എല്ലാം, അതുകൊണ്ട് അതിനെ ആരാധിക്കുന്നു എന്ന് പറയുന്നത്. അങ്ങനെ സർവം ബ്രഹ്മം എന്ന് പറയുന്നത് അത് ബഹുദേവതാവാദമാണ്. ബഹുദൈവ ആരാധനയുടെ ഒരു എന്താണ് പോളിഗമി എന്ന് പറയുന്നത് ഒരിത്. പരസ്പരം അത് ബന്ധപ്പെട്ടിരിക്കുകയാണ്. ഇത് ഈ നിരീശ്വരവാദത്തോട് സമം തന്നെയാണ് എന്നാണ് അത് പറയുന്നത്. ഈ ഒരു അമൂർത്ത ഭാവങ്ങൾ മാത്രമാണ് ചിന്തകന്മാരെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അവർക്ക് തോന്നിയ രീതിയിൽ അവരുണ്ടാക്കി വെച്ചിരിക്കുക. മദ്യപിക്കുന്ന ഒരാൾ മദ്യപിക്കുന്ന ഒരു ദൈവത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. അപ്പോൾ ഉത്സവത്തിന് അവർ മദ്യം കൊടുക്കുന്നു. അതുപോലെ ഇപ്പോൾ കോഴിവെട്ട്, നേർച്ച, അങ്ങനെ ഇത് പലതുമൊക്കെ ഇതൊക്കെ ദുരാചാരങ്ങളാണ്. ഇതൊക്കെ കാണാൻ കണ്ണ് തുറന്നെങ്കിലേ പറ്റുകയുള്ളൂ. അല്ലാത്തടത്തോളം ഇതിലെങ്ങനെ ആശ്രയിച്ചു പോകും. കാര്യസാധ്യം മാത്രമാണ് ഒരു ലക്ഷ്യമെങ്കിൽ പലതിലേക്ക് അവരങ്ങനെ പോവുകയാണ്. തിരുവെഴുത്ത് എന്താ പറയുന്നത്? ഈ വിഗ്രഹങ്ങളെ നമ്മൾ ആരാധിക്കരുത് എന്നാണ് പറയുന്നത്. ആരാധിക്കുകയോ വണങ്ങിയോ ഒന്നും ചെയ്യരുത്, വിഗ്രഹങ്ങൾ ഉണ്ടാക്കരുതെന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ പിന്നെ വണങ്ങുന്നത് എങ്ങനെ? ആദിമസഭയിൽ, അതായത് ഈ വിജാതീയരൊക്കെ ദൈവത്തിലേക്ക് വന്നപ്പോൾ അപ്പോസ്തലന്മാർ കൂടിയിട്ട് ഒന്നാമത്തെ സിനഡിൽ പറയുന്ന ഒരു കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അപ്പോസ്തല പ്രവൃത്തികൾ 15-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അവിടെ പറയുകയാണ്, ഇവർ കൂടി വരും. അപ്പോൾ വിജാതീയരൊക്കെ വരുമ്പോൾ എന്താണ് അവർക്ക് കൊടുക്കേണ്ടത്? കൽപ്പന ഇത്രയേ ഉള്ളൂ, അധികം വലിയ കൽപ്പനകളൊന്നുമില്ല. എന്താണ് അവർ പറഞ്ഞത്? പ്രധാനമായിട്ട് പറഞ്ഞത് അപ്പോസ്തല പ്രവൃത്തികൾ 15:19 ആകയാൽ ജാതികളിൽ നിന്ന് ദൈവത്തിങ്കിലേക്ക് തിരിയുന്നവരെ നാം അസഖ്യപ്പെടുത്താതെ അവർ വിഗ്രഹമാലിന്യങ്ങൾ, പരസംഗം, ശ്വാസം മുട്ടിച്ചത്തത്, രക്തം എന്നിവ വർജിച്ചിരിക്കുവാൻ നാം അവർക്ക് എഴുതണം. ഇത് മാത്രം അവർക്ക് കൊടുത്ത ഒരു കൽപ്പന. വിഗ്രഹമാലിന്യങ്ങൾ എന്ന് പറഞ്ഞാൽ അന്ന് എല്ലാം കൊണ്ട് വിഗ്രഹങ്ങൾക്ക് അർപ്പിക്കും, എന്നിട്ടാണ് അവരത് ഭക്ഷിക്കുന്നത്. വിഗ്രഹാർപ്പിതം എന്ന് പറയും. ഇന്നും ക്രൈസ്തവ സമൂഹങ്ങളൊക്കെ ഉണ്ട്, പല ആരാധനാ രീതിയിൽ ഇന്നും ഉണ്ട്. അതെല്ലാം പാലിക്കുന്ന, ഈ വിജാതീയമായ ആചാരങ്ങളെല്ലാം പാലിക്കുന്ന ക്രൈസ്തവരെ അഭിമാനിക്കുന്നവരുണ്ട്, പാരമ്പര്യ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നവർ. എല്ലാം തെറ്റായിട്ടുള്ളതാണ്. മനുഷ്യനോട് പറഞ്ഞു നിൽക്കാം, പക്ഷെ ദൈവം നോക്കുമ്പോൾ എങ്ങനെയാണ് യഥാർത്ഥമായ ആരാധനയാകുന്നത്? അതുകൊണ്ട് ഈ അപ്പോസ്തലൻ പറയും, അത് 1 കൊരിന്ത്യർ അതിൻ്റെ 10-ാമത്തെ അധ്യായത്തിൽ വരുമ്പോൾ, 1 കൊരിന്ത്യർ 10-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യത്തിലേക്ക് പകരം പറയുകയാണ്, അതുകൊണ്ട് പ്രിയന്മാരെ വിഗ്രഹാരാധന വിട്ടോടുവീൻ.
അതാ പറയുന്നത്, വിട്ടോടണം. അത് ലോത്തൊക്കെ ഓടിയില്ലേ സ്വതം കുമാർ വിട്ട്, കൈ പിടിച്ച് വലിച്ചുകൊണ്ട് ദൂതന്മാർ ഓടുകയാണ്. അപ്പം ഇവിടെ പറയും, വിഗ്രഹാരാധന വിട്ട് ഓടുവീൻ നിങ്ങൾ വിവേകികൾ എന്ന് വെച്ച് ഞാൻ പറയുന്നത് വിവേചിക്കുവിൻ. നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ കൂട്ടായ്മയല്ലോ, നാം നുറുക്കുന്നപ്പം ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ കൂട്ടായ്മയല്ലോ. അപ്പമൊന്നാകൊണ്ട് പലരായി നാം ഒരു ശരീരമാകുന്നു, നാം എല്ലാവരും ഒരേ അപ്പത്തിൽ അംശികളാകുന്നുവല്ലോ. ജഡപ്രകാരമുള്ള ഇസ്രായേലിനെ നോക്കുവിൻ, യാഗങ്ങൾ പൂജിക്കുന്നവർ യാഗപീഠത്തിൻ്റെ കൂട്ടാളികളല്ലയോ. ഞാൻ പറയുന്നത് വിഗ്രഹാർപ്പിതം വല്ലതുമാകുന്നുവെന്നോ വിഗ്രഹം വല്ലതുമാകുന്നുവെന്നല്ല, ജാതികൾ ബലി കഴിക്കുന്നത് ദൈവത്തിനല്ല ഭൂതങ്ങൾക്ക് കഴിക്കുന്നു എന്നത്രേ. എന്നാൽ നിങ്ങൾ ഭൂതങ്ങളുടെ കൂട്ടാളികളാകുവാൻ എനിക്ക് മനസ്സില്ല. നിങ്ങൾക്ക് കർത്താവിൻ്റെ പാനപാത്രവും ഭൂതങ്ങളുടെ പാനപാത്രം കുടിക്കുവാൻ പാടില്ല. നിങ്ങൾക്ക് കർത്താവിൻ്റെ മേശയിലും ഭൂതങ്ങളുടെ മേശയിലും അംശികളാകുവാനും പാടില്ല. നാം കർത്താവിന് ക്രോധം ജ്വലിപ്പിക്കുന്നു, അവനേക്കാൾ നാം ബലവാന്മാരോ. ചിലരൊക്കെ അതിനെയൊക്കെ ന്യായീകരിച്ചുകൊണ്ട് പറയാം. അവരോടാ പറയുന്നത്, ദൈവത്തെക്കാൾ ദൈവം പറഞ്ഞ കൽപ്പനകൾ പാലിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെയുള്ള ഒന്നിനെയും നോക്കി നമസ്കരിക്കുകയോ അതിന് വണങ്ങുകയോ ഒന്നും ചെയ്യരുതെന്നാണ് പറയുന്നത്. പിന്നീട് തന്നെ ഇതിൽ പറഞ്ഞതിൻ്റെ ഒരു ചിന്ത എന്ന് പറയുന്നത്, അതിൻ്റെ പിന്നിൽ വ്യാപരിക്കുന്ന ദുരാത്മാക്കളുണ്ട്, ദുഷ്ടാത്മാക്കൾ അതിൻ്റെ പിന്നിൽ വ്യാപരിക്കുമെന്നാണ്. സേറ്റനിക് വർഷിപ്പിൽ നിന്നും, സാത്താനാരാധനയിൽ നിന്നും വിട്ടുവന്ന ഒരു വ്യക്തിയെക്കുറിച്ച് അദ്ദേഹം ഇതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവരുപയോഗിക്കുന്നത് ഈ മാജിക്കൽ വർക്സിന് ഉപയോഗിക്കുന്ന വിഗ്രഹങ്ങളൊക്കെ, അത് ഈ ഔസേപ്പിൻ്റെ ആയിരിക്കാം, അത് ഈ ക്രിസ്ത്യൻ രീതിയിലുള്ളത് തന്നെ. അപ്പോൾ അവർ പറയും മോണിക്കാൻ അങ്ങനെ ചില ഇതൊക്കെ ഉണ്ട്, സാന്റാ മോണിക്ക എന്നൊക്കെ പറയുന്നൊരു ഇതൊക്കെയുണ്ട്. അപ്പോൾ ആ സ്റ്റാച്യൂസിൻ്റെ ഒക്കെ പിന്നിലുള്ളത് ഒരു ദുരാത്മാവിനെ അവർ അതിനകത്തേക്ക് നിവേശിപ്പിക്കുമെന്നാണ് പറയുന്നത്, ഇതിൻ്റെ. അപ്പോൾ അതിന് ചുമന്നുകൊണ്ട് നടക്കുക. അപ്പോൾ അതിൻ്റെ പിന്നിൽ ഈ ശത്രുവാണ് അതിലേക്കൊക്കെ ജനങ്ങളെ തിരിക്കുന്നതെന്ന് പറയുന്നത്. അപ്പോൾ നമ്മളതിനോട് എതിർത്ത് നിൽക്കണം എന്നുള്ളതാണ്. അന്ത്യകാലത്തെക്കുറിച്ച് പറയുമ്പോൾ അവിടെ ഈ ആൻറ്റിക്രൈസ്റ്റിനെ കുറിച്ച് പറയുമ്പോൾ അവിടെ പ്രതിമ എന്ന് പറയും, സ്റ്റാച്ചു, ഇമേജ് എന്നാണ് പറയുന്നത്. വിഗ്രഹമാണോ ആകാതിരിക്കാൻ സാധ്യതയുണ്ട്. ഏതായാലും ആ ഒരു പ്രതിമ എന്ന് പറയുമ്പോൾ ഇമേജ് എന്നാണ് പറയുന്നത്, ഇമേജ്. അത് വെളിപ്പാട് പുസ്തകം 13-ാമത്തെ അധ്യായത്തിലാണ്. മൃഗത്തിൻ്റെ പ്രതിമയെ നമസ്കരിക്കാത്തവർക്ക് കൊല്ലിക്കേണ്ടതിന് അനുവാദം കൊടുക്കുന്നു. ഈ ആൻറ്റിക്രൈസ്റ്റിൻ്റെ പ്രതിമ, അത് ഇമേജ് എന്ന് പറയുന്ന പ്രതിമ, അത് പല രൂപങ്ങളിൽ വരാം. ഇന്നിപ്പോൾ AI ക്യാരക്ടേഴ്സ് എന്ന് പറയുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ AI ക്യാരക്ടേഴ്സ് ഭയങ്കര നമുക്ക് ഒറിജിനലിനെ വെല്ലുന്നതാണ്, ഒരിതാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഇത് കണ്ടപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വന്ന ഒരു ആഡ്, ഒരു പരസ്യത്തിൽ ഇങ്ങനെ കാണുക, ഒരു പെൺകുട്ടി വന്നിട്ട് പറയുകയാണ്, ഞാൻ AI ക്യാരക്ടറാണ്, ഞാൻ റിയലിനേക്കാൾ റിയലാണെന്ന്. യഥാർത്ഥ ചെറുപ്പക്കാരെ അത് ഫ്രണ്ട്ഷിപ്പ് കൂടാൻ വേണ്ടിയാണ്, ആൺസുഹൃത്തും പെൺസുഹൃത്തും ഉണ്ട് അതിനകത്ത്. അപ്പോൾ അവരുമായിട്ട് ചെന്ന് ചാറ്റിങ്ങൊക്കെയാണ്. അപ്പോൾ അവർ പറയുക, ആഡിൽ പറയുക, ചെറിയ ഒരു പോർഷൻ പറയുന്നതാണ്, യാഥാർത്ഥ്യത്തെക്കാൾ യാഥാർത്ഥ്യമാണ് ഞാനെന്ന് പറയുകയാണ്. ആ ക്യാരക്ടർ പറയുന്നത് എന്തെല്ലാം രീതിയിലാണ് വൾഗറായിട്ട് ഇതെല്ലാം അതിലേക്ക് പോവുകയാണ്. അതാണ് എൻ ടൈം, അന്ത്യനാളിൻ്റെ ഇതിലേക്ക്. അതിന് ദൈവത്തിൻ്റെ വചനം എന്താണ് പറയുന്നത്? അത് അപ്പോൾ വെളിപ്പാട് പുസ്തകം 21-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുകയാണ്, എന്താണ് അവിടെ 8-ാമത്തെ വാക്യം 21-8, പുതിയ യെരൂശലേമും പുതിയതിനെക്കുറിച്ച് പറയുന്ന ഭാഗത്ത് വരും പറയണം, എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, അറയ്ക്കപ്പെട്ടവർ, കൊലപാതകന്മാർ, ദുർനടപ്പുകാർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ എന്നിവർക്കും ഭോഷ്ക് പറയുന്ന ഏവർക്കുമുള്ള ഓഹരി തീയും ഗന്ധവും കത്തുന്ന പുകയില അത്ര. അതുകൊണ്ട് 2-ാമത്തെ പറയണം, അവിടെ പറയണം ബിംബാരാധികൾ, വിഗ്രഹാരാധനകളെ കുറിച്ചാണോ പറയുന്നത്? ബിംബാരാധന, ഏതെങ്കിലും ഒരു ബിംബം ആയിക്കൊള്ളട്ടെ അതിനെ ആരാധിക്കുന്നവർ. അത് 22-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അത് പിന്നെ എടുത്ത് പറയുന്നുണ്ട്. 15-ാമത്തെ വാക്യം, നായ്ക്കളും ക്ഷുദ്രക്കാരും ദുർനടപ്പുകാരും കൊലപാതകന്മാരും ബിംബാരാധികളും ഭോഷ്കിൽ പ്രിയപ്പെടുകയും അതിന് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഏവനും പുറത്ത് തന്നെ. അപ്പോൾ അവർക്ക് ദൈവത്തിൻ്റെയും ക്രിസ്തുവിൻ്റെയും രാജ്യത്തിൽ പ്രവേശനം ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള തെറ്റിനെ നമ്മൾ അറിഞ്ഞിട്ട് അതിലേക്ക് പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. നമ്മുടെ പിന്നെ വിഗ്രഹം ഏതുമില്ല എന്ന് പറയും, ദൈവത്തെക്കാൾ ഉപരിയായിട്ട് എന്തിനെ സ്നേഹിക്കുന്നതാണോ അതാണ് വിഗ്രഹം എന്ന് പറയുന്നത്. അതൊരു ചിന്തയാണ്, മറ്റൊരു വിഷയമാണത്. ദൈവത്തെക്കാൾ ഉപരി നമ്മൾ എന്തിനെങ്കിലും ചിന്തിച്ചാൽ അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വിഗ്രഹങ്ങളായിട്ട് മാറുകയാണ്. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ഇസ്ഹാക്ക് ഒരു വിഗ്രഹമായ രൂപം കൊണ്ടുവന്നു. ഏറെ നാളെ കൊതിച്ച് കാത്തിരുന്നതാണ് ഇസ്ഹാക്കിന് വേണ്ടി. ഇസ്ഹാക്ക് വന്ന ഉടനെ ശ്രദ്ധകളൊക്കെ ഇസ്ഹാക്കിലേക്ക് മാറി തുടങ്ങിയെന്നും അറിയില്ല. ഏതായാലും ദൈവം പറയുന്നത് ഇസ്ഹാക്കിനെ യാഗം അർപ്പിക്കണമെന്ന്. ഇസ്ഹാക്കിനെയും വഹിച്ചുകൊണ്ട് നടത്തിക്കൊണ്ട് മോറിയാമലയിലേക്ക് എത്തുന്ന വിഗ്രഹങ്ങളെല്ലാം അബ്രഹാമിൻ്റെ ഉള്ളത്തിൽ ഉടഞ്ഞുടഞ്ഞുടഞ്ഞ് തകർന്നു. ഒടുവിൽ എന്ത് ചെയ്യുകയാണ്? ദൈവം ചാരത്തും ദൈവം എഴുന്നേൽപ്പിച്ചതുപോലെ ഇസ്ഹാക്കിനെ മടക്കി കൊടുക്കുക. അപ്പോൾ ഇപ്പോൾ ആരില്ല ആശ്രയം? ദൈവത്തിലാണ് ആശ്രയം.
ഒന്നിലും നമ്മൾ ആശ്രയിക്കരുത്. എന്തെങ്കിലും സമ്പത്തിലോ കഴിവിലോ നമ്മുടെ പാരമ്പര്യത്തിലോ നമ്മുടെ ഒന്നിലും പദവികളിലോ ഒന്നിലും ബലത്തിലോ ശക്തിയിലോ ഒന്നിലും നമുക്ക് ആശ്രയിക്കാനിടയാകരുത്. നമ്മുടെ പുകഴ്ച എന്തായിരിക്കണം? എൻ്റെ പ്രശംസ. പൗലോസ് പറയണം വ്യക്തമായിട്ട്, കർത്താവായ യേശുക്രിസ്തു അവൻ്റെ ക്രൂശിലല്ലാതെ എനിക്ക് പ്രശംസിക്കാൻ ഇടവരരുത്. ദൈവം നമ്മുടെ പ്രശംസയായി മാറണം. ദൈവത്തിൽ പ്രശംസിക്കണം. ക്രൂശിലെ കർത്താവായ യേശുക്രിസ്തു ക്രൂശിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നൊഴിച്ചത് കൊണ്ടാണ് നമുക്ക് രക്ഷ വന്നത്. എൻ്റെ പാപത്തിൻ്റെ കടച്ചിട്ടിനെ കീറിക്കളയുന്നത് അവിടെയാണ്. എൻ്റെ പാപങ്ങളെ കഴുകിക്കളയുന്ന യേശുവിൻ്റെ തിരുരക്തമാണ്. ആ തിരുരക്തമാണ് എന്നെ ശുദ്ധീകരിക്കുന്നത്. അപ്പോൾ എനിക്ക് എന്തുണ്ട് പറയാൻ? എനിക്ക് എന്താണ് എൻ്റേതെന്ന് പറയാൻ? ഞാൻ എന്തെങ്കിലും നല്ലതായി ചെയ്തെന്ന് പറയാൻ പറ്റില്ല. മനുഷ്യർക്ക് സാധിക്കാത്തതിനെ, പണത്തിന് സാധിക്കാത്തതിനെ, പാരമ്പര്യത്തിന് സാധിക്കാത്തതിനെ എല്ലാം ഒന്നിനും സാധിക്കില്ല മനുഷ്യൻ്റെ പാപങ്ങൾ കഴുകിക്കളയാൻ. ഓരോ നദികളിൽ കുളിക്കുന്ന വിശുദ്ധ നദികൾ എന്നൊക്കെ പറഞ്ഞ് ഓരോ നദിയിൽ പോയി സ്നാനം ചെയ്യും പാപം കഴുകിക്കളയാനാണ്. ഒരു വ്യക്തി പോയപ്പോൾ ആ സേവകൻ പറഞ്ഞിട്ടുള്ളതില്ല, ഒരു സേവകൻ അദ്ദേഹത്തിൻ്റെ ഭാണ്ഡക്കെട്ടിൽ ഒരു പാവയ്ക്കും കൂടെ കൊടുത്തു വെച്ചു. തിരിച്ചു വന്ന ഉടനെ ഈ ഭാണ്ഡക്കെട്ടൊക്കെ കഴിച്ചപ്പോൾ ഈ അതിലെടുത്ത് പാവയ്ക്ക കടിച്ചു നോക്കി. ഉടനെ ചോദിച്ചു, നീ എന്തായി ചെയ്ത്? അല്ല, ഇത് മുങ്ങി, ഇതും കൂടെ ചേർത്ത് അവരൊരുമിച്ച് എല്ലാം ചേർത്താണ് മുങ്ങുന്നത്. അപ്പോൾ ഇതിൻ്റെ കൈവ് മാറിയെന്ന് നോക്കാൻ വേണ്ടിയാണെന്ന് പറഞ്ഞു. അതായത് മനുഷ്യന് രൂപാന്തരം വന്നില്ലെങ്കിൽ അവൻ്റെ പ്രവൃത്തി കൊണ്ട് എന്താ പറയുക? രൂപാന്തരപ്പെടുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. ക്രിസ്തുവിൻ്റെ രക്തമാണ്, യേശുവിൻ്റെ രക്തമാണ്, അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാവവും പോക്കി നമ്മളെ ശുദ്ധീകരിക്കുന്നു. അതുകൊണ്ട് സമ്പൂർണ്ണമായി നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കണം. ഈ വിധ കാര്യങ്ങളെ വിട്ട് ഓടാൻ പറയുകയാണ്. നമ്മുടെ അകത്ത് പോലും അങ്ങനെയുള്ളൊരു ചായവോ അതിനുള്ള സമീപനമോ അതിലുള്ള ആകർഷണമോ ഒന്നും തോന്നാതെ വേണം. അതൊക്കെ വെറും മൂഢത്വമാണെന്ന് ധരിച്ചുകൊണ്ട് നമ്മൾ സത്യദൈവത്തിലേക്ക് തിരിഞ്ഞ് ദൈവാരാധനയിൽ നമ്മളെ തന്നെ സമർപ്പിക്കുവാൻ. ക്രിസ്തുവാണ് ദൈവത്തിൻ്റെ പ്രതിമയെന്ന് പറയുന്നത്. അവൻ ദൈവത്തിൻ്റെ പ്രതിമയാണ് ക്രിസ്തു എന്ന് പറയുന്നത്, ഇമേജ് ഓഫ് ഗാഡ്. അപ്പോൾ ക്രിസ്തുവിലേക്ക് നോക്കുന്നു ദൈവത്തെ തന്നെയാണ്. അവൻ്റെ സദൃശ്യത്തിലും ഇമേജ് ആൻഡ് ലൈക്ക്നെസ്സിലാണ് നമ്മളെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ദൈവത്തിലേക്ക് തന്നെ നോക്കണം. ആ ക്രൂശിലേക്ക് നമുക്ക് നോക്കണം. നമ്മുടെ പാപങ്ങളെ ചുമന്നൊഴിച്ച ദൈവത്തിൻ്റെ കുഞ്ഞാടിലേക്ക് നോക്കണം. അവിടുന്ന് ഒരുക്കി തന്ന രക്ഷയെ നമ്മൾ സ്വീകരിക്കണം. ദൈവത്തിൽ ആനന്ദിക്കാനും ആശ്രയിക്കാനും പ്രശംസിക്കാനും നമ്മളെ തന്നെ വിട്ടുകൊടുക്കണം. അതൊക്കെ തിരിച്ചറിയുവാൻ നമ്മുടെ ഉൾനയനങ്ങളെ തുറക്കണമേ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവും ദൈവം തന്നെ നമ്മളെ സഹായിക്കട്ടെ. സ്നേഹം നിറഞ്ഞ ദൈവമേ, ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗ്ഗപിതാവേ, നന്ദിയോടെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, നന്ദിയോടെ ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു. അപ്പോൾ ആ തിരുവഴുത്തിൽ കൂടെ ഓരോരോ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ അതിനനുസരിച്ച് ഞങ്ങളുടെ ജീവിതങ്ങൾ ക്രമീകരിക്കുവാനുള്ള ഭാഗ്യവും കൃപയും ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സത്യദൈവത്തിൽ നിന്ന് അകറ്റുന്ന ഒന്നിലേക്ക് ഞങ്ങൾ ആകൃഷ്ടരാകാതെ, ഒന്നിലേക്ക് ഞങ്ങൾ പോകാതെ, നിങ്ങളിലേക്ക് ഏകാഗ്രചിത്തന്മാരായി നിന്നെ തന്നെ ആരാധിച്ചും നിന്നെ ആശ്രയിച്ചും വിശ്വസിച്ചും ഞങ്ങളുടെ ജീവിതങ്ങൾ തിരുനാമഹത്വത്തിന് വേണ്ടി മാത്രം ജീവിക്കുവാനും അവിടെ നിങ്ങളെ സഹായിക്കണമേ ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. ഇപ്രകാരം തെറ്റിലേക്ക് പോയിരിക്കാൻ ജനതയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സത്യത്തിൻ്റെ പ്രകാശനം ഓരോ ഹൃദയങ്ങളിലും ജ്വലിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളാൽ ഞങ്ങളെ നിറയ്ക്കണമേ കർത്താവേ. അവിടുത്തെ തിരുകൃപയിൽ യേശുവിന്റെ രക്തം ഞങ്ങളെ പൊതിയണമേ. അവിടുത്തെ ആത്മാവിനാൽ ഞങ്ങൾ വഴി നടത്തണമേ. തുടർന്നും ആത്മനിർവനാൽ ജീവിക്കാൻ കൃപ തരണമേ. എല്ലാ നന്മ നിറയ്ക്കണം. മഹത്വമെന്ന് മാത്രം എടുക്കണം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമം മഹത്വപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ ജീവിക്കാനായിട്ട് തന്നെ. ആമേൻ. ഇന്നും എന്നും എന്നേക്കും നമുക്ക് ഈ കാര്യങ്ങൾ നമ്മുടെ ചിന്തയിൽ വെക്കാം. തെറ്റിപ്പോകുന്ന സമൂഹത്തോട് ബഹുജനത്തെ അനുസരിച്ച് ദോഷം ചേരുന്ന തിരുവെഴുത്ത് പറയും. അതുകൊണ്ട് ബഹുജനം പല കാര്യങ്ങൾ ചെയ്യും, അതിനനുസരിച്ച് നമ്മളത് അനുകരിക്കരുത്. ഒത്തിരി പേര് ചെയ്യുന്നുണ്ട്, അവിടെ വലിയ ആൾക്കൂട്ടമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഓരോ ആരാധനയുടെയൊക്കെ പിന്നിൽ ഓരോരുത്തർ പോകുന്നത്. നല്ല നാശത്തിലേക്ക് പോകുന്ന വഴി വിശാലവും അതിൽ കൂടെ കടക്കുന്നവർ അനേകരുമാണെന്ന് പറയുന്നത്. ജീവങ്കിലേക്ക് പോകുന്ന വഴി ചുരുക്കവും അത് കണ്ടെത്തുന്ന ചുരുക്കം അത്ര എന്ന് പറയുന്നത്. അതുകൊണ്ട് വിശാല വഴിയല്ല, ഇടുങ്ങിയ ജീവൻ്റെ വഴിയിൽ കൂടെ നമുക്ക് സഞ്ചരിക്കാം. ബഹുജനത്തെ അനുസരിച്ച് ദോഷം ചെയ്യരുതെന്ന തിരുവെഴുത്ത് നമുക്ക് ഓർക്കാം. നമുക്ക് ദൈവത്തിലേക്ക് തന്നെ നോക്കാം. അവങ്കിലേക്ക് നോക്കി അവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല എന്നുള്ള തിരുവെഴുത്ത് നമുക്ക് ഓർക്കാം. ദൈവത്തിലേക്ക് നോക്കി ദൈവനാമഹത്വത്തിനായി ജീവിക്കാം. യേശുവേ, നിന്റെ സ്നേഹം മാത്രമേ എന്റെ മാനസം തേടാവൂ. യേശുവേ, നിന്റെ രൂപം മാത്രമേ എന്റെ കണ്ണുകൾ കാണാവൂ.